റിവ്യൂ അത് എത്ര മോശമായ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് വന്നപ്പോൾ എനിക്ക് ശരിക്കും വന്നൊരു വല്ലാത്ത വിഷമം. കാരണം ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ എതിരർത്ഥം വരുന്ന രീതിയിലാണ് അത് വെട്ടിയെടുത്ത് മറ്റൊരു രീതിയിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ താങ്കൾ തന്നെ അത് പറഞ്ഞു, അങ്ങനെയല്ല ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി. യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയേറെ ഇങ്ങനെ ഒരു മോശമായ പ്രചരണം എൻ്റെ എതിർകക്ഷികൾ നടത്തുമെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും അവരുടെ ഗ്രൂപ്പും അത് അവരുടെ ഭാഗമായിട്ട് വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം കുറച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സൈബർ ഇടങ്ങളിൽ ചില മോശമായിട്ടുള്ള പദപ്രയോഗവും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വളരെ ഇൻറ്റൻഷനലായിട്ട് ഒരു പ്രത്യേക ഗാങ് അതിനു വേണ്ടിയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ട് നിൽക്കുകയും ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു പ്രൊഡക്ഷൻ ഇങ്ങനെ വെളിയിലേക്ക് വരികയും ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരവസ്ഥ. ഞാൻ അവർക്ക് ആർക്കെങ്കിലും നേരിട്ട് വ്യക്തിപരമായി പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല, കാരണം അത് തെളിയിച്ചു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. പക്ഷേ ഞാൻ സംശയിക്കുന്നത് സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ അങ്ങനെയുള്ള ചിലതുണ്ടായപ്പോൾ ആദ്യം ഞാൻ നെഗ്ലക്റ്റ് ചെയ്തുവെങ്കിലും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം തുടർച്ചയായി നുണക്കഥകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചു ഇങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്ത് അവരത് തള്ളിപ്പറയുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തില്ല. നോക്കൂ, ഈ പ്രചരണങ്ങളെല്ലാം വരുന്ന പേജുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. അത് UDF വേണ്ടി പ്രചാരണം നടത്തുന്ന പേജുകളാണ്, UDF വേണ്ടി വോട്ട് പിടിക്കുന്ന പേജുകളാണ്. അപ്പോൾ ആ പേജുകളിൽ വരുന്ന കാര്യങ്ങൾ വസ്തുതക്ക് നിരക്കാത്തതും വളരെ മോശമായിട്ടുള്ള വ്യക്തിഹത്യ ചെയ്യുന്നതുമാകുമ്പോൾ ഈ പറഞ്ഞ നേതാക്കന്മാർക്കൊന്നും പങ്കില്ലെങ്കിൽ അരുതെന്ന് പറയണ്ടേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടേ? അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഫലിക്കുന്നുണ്ടെങ്കിൽ ഫലിക്കട്ടെ എന്ന മട്ടിൽ നുണകൾ നാട്ടിൽ, അതും കുടുംബ ഗ്രൂപ്പുകളിലാണ് അയക്കുന്നത്. ഞാൻ താങ്കളോടൊപ്പം നടത്തിയതിൽ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും അക്രമകാരികളും വർഗീയവാദികളുമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ്, ഈ രാജ്യത്തിൻ്റെ സന്തതികളാണ്. അവർക്ക് ഇന്ത്യൻ പൗരത്വം മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തുല്യ അവകാശത്തോടു കൂടി ലഭ്യമാകേണ്ടതാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണ് നേരെ എതിരായിട്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കളഞ്ഞിട്ട് കൊടുത്തത്. അത് കുടുംബ ഗ്രൂപ്പുകളിലാണ് ഇട്ടത്. ആ കുടുംബ ഗ്രൂപ്പുകളിൽ ഇട്ടത് ആരാണെന്ന് പരിശോധിക്കൂ. അത് ഈ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവരാണ്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? അവരുടെ അറിവോടെയാണെന്നല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം കൂടി ടീച്ചർ, ഇന്നലെ ഇപ്പോൾ KK രമയും ഉമാ തോമസ് MLAയും പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ടീച്ചർ തന്നെ കൊടുത്ത പരാതി ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ UDFുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ പോലീസല്ലേ നടപടിയെടുക്കേണ്ടത്? പോലീസ് നടപടിയെടുത്താൽ പാർട്ടി നടപടിയെടുക്കാമെന്ന് അല്പസമയം മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ പോലീസ് നടപടി വൈകുന്നു എന്നൊരു ആക്ഷേപം ടീച്ചർക്കുണ്ടോ? ബഹുമാന്യനായിട്ടുള്ള തിരുവഞ്ചൂർ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഈ തുടർച്ചയായിട്ട് നിങ്ങൾ നോക്കൂ, സാധാരണ സംഭവിക്കുന്നതാണ്. ഒരു ആത്മീയ ആചാര്യൻ്റെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ചേർത്തുകൊണ്ട് അതിനകത്ത് തന്നെ ടീച്ചറമ്മ എന്നല്ല ബോംബമ്മ എന്നാണ് ഈ സ്ത്രീയെ വിളിക്കേണ്ടത് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതായിട്ട് ലെറ്റർ പാഡിൽ അദ്ദേഹത്തിൻ്റെ പേരും ചേർത്തിട്ട് കൊടുത്തില്ലേ? അങ്ങനെ കൊടുത്തപ്പോൾ ഞാനതിനെ നിഷേധിക്കണ്ടേ? അത് കൊടുത്തതിന് ആരെങ്കിലും മാപ്പ് പറഞ്ഞോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു ലെറ്റർ പാഡിൽ കൊടുത്തിട്ടുണ്ടോ? അവരത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞങ്ങൾ ആരെ കൊണ്ടും അങ്ങനെ വ്യക്തിപരമായിട്ട് അഭിപ്രായമൊന്നും പറയാറില്ല ടീച്ചർ, അതുകൊണ്ട് ഞങ്ങളതല്ല, അത് വ്യാജമാണ്. അവർ പരാതിയും കൊടുത്തു, അവർ പ്രസ് റിലീസ് കൊടുത്തു, ഞങ്ങളുടേതല്ല, ഇത് വ്യാജം. അപ്പോൾ ഒരു ലെറ്റർ പാഡ് ക്രിയേറ്റ് ചെയ്യുക, പ്രമുഖ മാധ്യമങ്ങളെ കോട്ട് ചെയ്യുക, മാതൃഭൂമി ഓൺലൈനിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, ഇതൊന്നും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനെ പോലെയുള്ള ആളുകൾ കാണുന്നില്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? വ്യക്തമായി കയ്യിൽ തെളിവോട് കൂടിയല്ലേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം വെച്ചിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ളത്. തിരുവഞ്ചൂരിനെ പോലുള്ള ആളുകൾ പ്രതികരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പറയാത്തതെന്ന് എനിക്കറിയില്ല. വടകരയിലെ സ്ഥാനാർത്ഥി ഇതിലൊരു കമന്റ് പറഞ്ഞോളൂ. അതെ, എൻ്റെ ബഹുമാന്യരായിട്ടുള്ള സഹോദരിമാർ രമയും ഉമയും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറാറ്? വ്യക്തിപരമായിട്ട് അവരെ അധിക്ഷേപിക്കുന്ന എന്തെങ്കിലും ഞാൻ അംഗീകരിക്കാറുണ്ടോ? അല്ലെ പറഞ്ഞോ? അവരോടെല്ലാം അസംബ്ലിയിലൊക്കെ എൻ്റെ LDFൽപ്പെട്ട വനിതാ MLA എങ്ങനെയാണോ അതുപോലെയാണ് എനിക്കിപ്പോഴും. അതെ, അവരങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇത്ര വ്യക്തമായ തെളിവുകളോടുകൂടി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്,
സ്ഥാനാർത്ഥി നേരിട്ട് പോസ്റ്റ് ചെയ്തു എന്നല്ല. പക്ഷേ അദ്ദേഹത്തിന് അതിൽ എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കണം. ഇങ്ങനെ പ്രചരണം നടത്തുന്നത് അവസാനിപ്പിക്കണം. 10 പേര് വിശ്വസിച്ചാൽ വിശ്വസിക്കട്ടെ എന്ന് കരുതി എന്നെക്കുറിച്ച് ഈ കുടുംബ ഗ്രൂപ്പുകളിൽ നുണ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ വ്യക്തമായ തെളിവുകളോടുകൂടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പൊതുജന സമക്ഷം പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനാണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വെച്ച് പത്രസമ്മേളനം നടത്തിയത്? സ്ത്രീ എന്നുള്ള നിലയിലുള്ള അധിക്ഷേപം അതുണ്ട്, അത് പോസ്റ്ററാണ്. നിങ്ങൾ നോക്കൂ, ഒരു വൃത്തികെട്ട ഒരു പോർണോ ചിത്രം പോലുള്ള ഒന്നിൻ്റെ അകത്ത് എൻ്റെ തല വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അവഹേളിച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിച്ചു. അതെല്ലാം കണ്ടാലെന്താ ആളുകൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കുമോ? എന്നെ അറിയില്ലേ ഈ നാട്ടുകാർക്ക്? അപ്പോൾ അത് ആ സഹോദരിമാർ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനെ പണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിനാണോ പാവപ്പെട്ട സഹോദരിമാരെ കൊണ്ട് അല്ലെങ്കിൽ ബഹുമാന്യരായിട്ടുള്ള ആ MLA മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചത്? എനിക്കറിയില്ല. എനിക്ക് അവരോട് യാതൊരു വിദ്വേഷവും ഇല്ല. രമയും ഉമയും എല്ലാം എനിക്ക് എൻ്റെ സഹോദരിമാരെ പോലെ തന്നെയാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിപരമായി ടീച്ചറിനെ വേദനിപ്പിച്ചു. അതുണ്ട്. പ്രചരണത്തിന്റെ കാര്യമല്ല. അതിൽ ഉമാ തോമസും KK രമയും കൂടെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് അതിനെ പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. ഇത്തരം പ്രചരണങ്ങളൊന്നും നേതാക്കന്മാരുടേതായി വന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് KK രമ ആവർത്തിച്ചു പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ അവഹേളിച്ചതിനാണ് അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഞാനതിൽ അവരോട് നന്ദിയുണ്ട്, എനിക്ക് കടപ്പാടുണ്ട്, അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ പൊളിറ്റിക്കലായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നുണയായി പ്രചരിപ്പിച്ചതിനെ കുറിച്ച് എന്താ അവർക്ക് പറയാനുള്ളത്? പൊളിറ്റിക്കലായിട്ടുള്ള അറ്റാക്കല്ലേ, സ്ത്രീ എന്നുള്ള നിലയിൽ അറ്റാക്കുണ്ട്, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു. അതിലവർ പറഞ്ഞു ഒരു സ്ത്രീയെയും അങ്ങനെ ചെയ്യരുത്. സ്ത്രീയെ മാത്രമല്ല, നമുക്കെല്ലാം ഒരു പൊളിറ്റിക്കൽ അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാറുണ്ട്, പ്രവാചകനെ കുറിച്ച് പറയാറുണ്ട്. അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങളാണ് ഓർമ്മിക്കേണ്ടത്. അത് ഓർമ്മിക്കണമെന്ന് പറയുന്നതിൽ എന്താ, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ കാൾമാർക്സ് പോലും ആ ത്യാഗങ്ങളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മാർക്സിൻ്റെ ആശയഗതികൾ ഉത്ഭവം കൊണ്ടിട്ടുള്ളത്. അതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം അതിനെ തീർത്തും ഘടകവിരുദ്ധമായി എന്തിനാണ് അവർ ഈ സാഹസം ചെയ്തത്? മതന്യൂനപക്ഷത്തെ ആകെ എനിക്കെതിരായിട്ട് മാറ്റാനാണോ? മതന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ. ഞാൻ ന്യൂനപക്ഷത്തിൻ്റെതോ ഭൂരിപക്ഷത്തിൻ്റെതോ ആയിട്ടുള്ള വോട്ടൊന്നും പ്രത്യേകം ചോദിച്ചിട്ടില്ല. എൻ്റെ നാട്ടിലെ എല്ലാ ജാതിമത വിഭാഗത്തിലും പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ഈ സമൂഹത്തിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി MP ആയാൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ പ്രവർത്തിക്കും. ഒരു MP എന്നുള്ള നിലയിൽ നാട്ടിൽ വടകര മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ഒരു പക്ഷേ എതിർ കക്ഷികളിൽപ്പെട്ടവർ തന്നെ എന്നാൽ ഇത്തവണ ശൈലജ ടീച്ചർക്ക് വോട്ട് കൊടുക്കാം എന്ന് ചിന്തിക്കുമെന്ന് ഭയന്നിട്ടാണോ അവരുടെ ഇടയിൽ എന്നെ ഒരു മോശമായിട്ട് കാണിക്കാൻ ഈ സാഹസം ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ കേരളത്തിലെ വോട്ടർമാർ അവരിൽ മഹാഭൂരിപക്ഷവും പ്രബുദ്ധരാണ്. UDF-നകത്ത് കോൺഗ്രസിനകത്ത് എന്നെ സത്യം പറഞ്ഞാൽ ചില കോൺഗ്രസിൻ്റെ ആളുകൾ വിളിച്ചിരുന്നു. അവരുടെ പേരൊന്നും ഞാൻ പറയില്ല. അവർ പറഞ്ഞു ടീച്ചർ വിഷമിക്കണ്ട, ഞങ്ങൾക്കാർക്കും ടീച്ചറെക്കുറിച്ച് അങ്ങനെയുള്ള അഭിപ്രായമില്ല. മുസ്ലിം ലീഗിനകത്ത് ചിലർ വിളിച്ചിരുന്നു, അതും ഞാൻ ഒരിക്കലും പേര് പറയില്ല, വിളിക്കാതെ വിളിച്ചു എന്നും പറയില്ല. അവരും പറഞ്ഞിരുന്നു ടീച്ചർ ഞങ്ങളുടെ ഒന്നും അഭിപ്രായത്തോടു കൂടിയല്ല, അതേതോ ഒരു സംഘം ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് പറയാൻ അവർക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നന്മ പറ്റിയിട്ടില്ല എന്നാ. എല്ലാ വിഭാഗത്തിലും നന്മയുള്ള മനുഷ്യന്മാരുണ്ടെന്നാ അവർ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അതിനെ ഒന്ന് അവഹേളിക്കാനോ അപലപിക്കാനോ തയ്യാറാകാതെ ഞാനെന്തോ ഞാൻ ഇങ്ങനെ പ്രചരണം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. UDF-ലെ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ഒരു ജില്ലാ കോർഡിനേറ്ററുടെ കമന്റ് ബോക്സാണ് നമ്മൾ കണ്ടത്. അതിലടക്കം ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടി പറയുന്നത് അതൊരു പ്രതികരണം എന്ന നിലയിൽ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഏത് ഘട്ടത്തിലാണ് ടീച്ചറിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറഞ്ഞത് എന്നാണ്. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥി ഇടപെട്ട് ആ പ്രചരണം അവസാനിപ്പിക്കണം എന്നതാണോ ടീച്ചർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്? സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരുടെ നേതാക്കന്മാരെല്ലാവരും അറിയുമല്ലോ, കാണുന്നുണ്ടല്ലോ, എല്ലാവരും അവരുടെ പേജ് വായിക്കില്ലേ? അതിനകത്ത് അങ്ങനെയുള്ള പ്രചരണം കണ്ടാൽ തികച്ചും പൊളിറ്റിക്കലായിട്ട് ഒരു എതിരാളിയെ വ്യാജമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയില്ലേ? അവരത് അവസാനിപ്പിക്കണം എന്ന് എന്താ പറയാത്തതെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ
ഇന്നയാള് ഇന്ന പോസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല. പക്ഷേ ഒറ്റ കാര്യം കൂടി അത് ടീച്ചർ, വ്യക്തമാകുന്നത് ഒട്ടേറെ കുറെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ ഞാനിപ്പം അഭിമുഖീകരിച്ചിട്ടുണ്ട് പോലീസ് ശൈലജ കേസെടുത്ത് ടീച്ചർ. ഇവരെല്ലാം ഇതിനേക്കാൾ ജയിലിലടക്കണമെന്നൊന്നും അല്ല പറയുന്നത്. വെല്ലുവിളികൾ ഓക്കെ കഠിനമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. മന്ത്രി എന്ന നിലയിലും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലും ഒക്കെ വലിയ സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിൽ ടീച്ചർ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും വ്യക്തിപരമായി വേദനയുണ്ടാക്കിയ ഒരു പ്രചരണ യുദ്ധത്തിൻ്റെ ഇരയായി തീർന്നുവെന്നാണോ ടീച്ചർ സ്വയം കരുതുന്നത്? അല്ല, ഞാനതിൽ വല്ലാതെ അങ്ങനെ ഒരു അസ്വസ്ഥത ആവുന്നില്ല. കാരണം പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതിൻ്റെ നേരെ എതിര് അവർ പ്രചരിപ്പിക്കുന്നല്ലോ. പിന്നെ വളരെ മോശമായിട്ടുള്ള പരാമർശം, ഞാനതൊന്നും പറയുന്നില്ല. ഞാനൊരു സയൻസ് അധ്യാപികയാണ്. എങ്ങനെയാണ് എന്നെ വിശേഷിപ്പിച്ചത്? അതിനെ എന്ത് മോശമായി, അതെനിക്ക് പകർത്തി പറയാൻ പോലും മടിയാണ് ജനങ്ങളുടെ മുമ്പാകെ. ഇവരുടെ എല്ലാം വീട്ടിൽ അധ്യാപകരും അതുപോലെ തന്നെ തൊഴിലാളികളും എല്ലാം ഇല്ലേ? അവർക്കൊക്കെ ഒരു സംസ്കാരമില്ലേ? എൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചോളൂ വേണമെങ്കിൽ. കേട്ടില്ല, ഞാനൊരു ഭയങ്കര ബിരുദധാരിയും പ്രൊഫഷണൽ സ്കോളറും അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. അതൊന്നും ഇല്ലാതെ തന്നെ എനിക്കൊരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഞാൻ അറിയാതെ വന്ന അംഗീകാരമാണ്. ഒരു യൂണിവേഴ്സിറ്റി മോൾഡോവ, അവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നെ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടോ? ഞാനൊരു ക്ലാസ് എടുത്തു. ഇനിയും അവർ ചില വിഷയങ്ങളിൽ അവിടെ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അതൊക്കെ ഈ നാട്ടിൽ ഞാനതൊന്നും ഒരു വലിയ എനിക്ക് മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള മട്ടിലൊന്നും അതല്ല, ലോകത്ത് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കൊച്ചു കേരളത്തിൻ്റെ മൂലയിലുള്ള കേവലം ഒരു ശാസ്ത്രാധ്യാപികയായിട്ടുള്ള എനിക്ക്, ഒരു ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകയായിട്ടുള്ള എനിക്കങ്ങനെ കിട്ടിയത് ഞങ്ങളുടെ LDF ഗവൺമെൻറ് അന്ന് നടപ്പിലാക്കിയിട്ടുള്ള ജനോപകാരപ്രദമായ നയങ്ങളുടെ ഭാഗമായി എനിക്ക് കിട്ടിയിട്ടുള്ള വകുപ്പിൽ ലീഡർഷിപ്പായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വിദഗ്ധരെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക പ്രശ്നത്തിന്, അതിനെ മുൻകൈ എടുത്തു. അതൊന്നും നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസ്സുകാരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിന്നിട്ടില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ രാഷ്ട്രീയം വേർതിരിച്ച് മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ പ്രസിഡന്റിനെ വിളിക്കാം, കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിക്കേണ്ട, ആരോഗ്യമേഖലയിലെ പരിഷ്കാരങ്ങൾ നടത്തും, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? എത്രയോ കോൺഗ്രസ് പ്രസിഡന്റുമാർ, ലീഗ് പ്രസിഡന്റുമാർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരാ സമയത്ത് എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ ഭയങ്കര ഇഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഫാമിലി ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ എൻ്റെ പാർട്ടിക്കാരെടുക്കുന്ന അതേ മുൻകൈ എടുത്തിട്ടില്ലേ അവർ? ഇപ്പോൾ വാഴക്കാട് ഒരു ആശുപത്രി ഡോക്ടർ ഷംഷീർ വയലിൽ എന്നോട് പറഞ്ഞു ഒരു ആശുപത്രി ഉണ്ടാക്കി തരാം. ഞാനെവിടെയാണത് കൊടുത്തത്? മലപ്പുറം ജില്ലയിലെ വാഴക്കാട്. അവിടുത്തെ MLA-യും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഞാൻ അവരോടല്ലേ വിളിച്ചു പറഞ്ഞത്, ഇതാ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളിടത്ത് കൊടുക്കായിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു ആശുപത്രി കൊടുത്താൽ ഡോക്ടർ അത് ആ ആശുപത്രി ഉണ്ടാക്കി തരുമായിരുന്നു. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടോ അതിൽ? ഇപ്പോൾ 5-8 കോടിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ അവിടെ ഉണ്ടാവുന്നു. ഞാനിതിലൊന്നും കക്ഷി രാഷ്ട്രീയം കലർത്തി കണ്ടിട്ടുള്ളതല്ല. പിന്നെ എൻ്റെ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടനുസരിച്ച് എൻ്റെ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ നന്നായി ശ്രമിച്ചിരുന്നു. അതിലൊരുപാട് സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെറുപ്പാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടീച്ചർ ആദ്യം ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ മനസ്സൊന്ന് ഉറച്ചോ? ഞാൻ ഉലഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പൊതുവെ അന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പം പ്രചരണങ്ങളുടെ ഒരു ഭാഗമായിട്ട് വെയിലത്തൊക്കെ പോയിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വേറെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കതിലൊന്നും തോന്നില്ല. പക്ഷെ എൻ്റെ ക്യാരക്ടറിനെ അതിനെ ബാധിക്കുന്ന രീതിയിൽ ചെറുപ്പത്തിലെ അമ്മമ്മയടക്കം പഠിപ്പിച്ചതാണ്. അതിനെ മോശമായി ചിത്രീകരിക്കുന്നത് ഞാൻ സാധാരണ രീതിയിൽ ടീച്ചറിനെ അങ്ങനെ വളരെ വൈകാരികമായി കണ്ടത് നിപ്പയുടെ വേളയിലാണ്. പ്രത്യേകിച്ച് ഈ ലിനിയുടെ വീട്ടിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളിലാണ് ടീച്ചറിനെ വളരെ വൈകാരികമായി കണ്ടത്. അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കണ്ണ് നിറയുന്നതും ഈ അധരത്തിലുണ്ടാകുന്ന ഒരു വിറയലും ഒക്കെ കണ്ടത് ഈ ഒരു കാര്യം ടീച്ചറിന് തന്നെ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അതിപ്പോൾ നേരിട്ടു അനുഭവിച്ചു, അപ്പോൾ അതിലൊരു ഇനി മനസ്സുറച്ചോ എന്ന് ചോദിച്ചത് ആ അർത്ഥത്തിലാണ്. അല്ല, പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം വരുമ്പം ദുർബലയായി പോകുന്നൊരു ശീലം എനിക്കില്ല ഡോക്ടറെ. പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിഹത്യ, അതും ഏറ്റവും മോശമായ, അതും എൻ്റെ മക്കളുടെ പ്രായത്തിലൊക്കെയുള്ള ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ പല പാർട്ടിയിലുള്ള ചെറുപ്പക്കാരൊക്കെ വിളിച്ച് ഞങ്ങൾ ആ പാർട്ടി അല്ലെങ്കിലും ടീച്ചറോട് ഇഷ്ടമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്ര മോശമായി പെരുമാറാൻ കഴിയുന്നവരും
സമൂഹത്തിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ, പിന്നെ ചിലർ വിളിച്ചിട്ട് ടീച്ചറിന് വിഷമം ഉണ്ടാകേണ്ടതില്ല, ഞങ്ങളൊന്നും പാർട്ടിയൊന്നും അല്ലെങ്കിലും എന്ന് പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ വികാരാധീനിയായിട്ട് മാറി നിൽക്കുന്ന ആളൊന്നുമല്ല, അതാരും അങ്ങനെ വിലയിരുത്തേണ്ടതില്ല. പക്ഷേ അന്ന് ഇതെല്ലാം വൃത്തികേട് കണ്ടപ്പോൾ എനിക്ക് ചെറിയ മനപ്രയാസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതെല്ലാം പോയിരിക്കുകയാണ്, അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ഇതിനെല്ലാം മുൻകൈയെടുക്കുന്നവർ ഓർമ്മിക്കേണ്ടത് നിങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കളായിട്ട് വളർന്നു വരേണ്ടവരാണ്, ഞങ്ങളെക്കാളൊക്കെ പ്രായമൊക്കെ കുറഞ്ഞവരാണ്. അതുകൊണ്ട് ഇമാതിരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കരുത്. സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ ആയാൽ പോലും ഒതുക്കാൻ വേണ്ടി മോശമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് ആ വൃത്തികെട്ട പോസ്റ്റിട്ട ചെറുപ്പക്കാരോട്, കുട്ടികളോട് പറയാനുള്ളൂ. ഇത് ദയവ് ചെയ്തിട്ട് നിങ്ങളത് ഉപേക്ഷിക്കണം മാത്രമേ. ഉപദേശിച്ച കേൾക്കുന്നവരൊന്നും അല്ല. ഈ മാലിന്യങ്ങൾ കണ്ടതും ടീച്ചർ തളരില്ല എന്നെനിക്കറിയാം, ടീച്ചറിനോടൊപ്പം ഉള്ളവരും തളരില്ല എന്നെനിക്കറിയാം. അപ്പോൾ വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന സ്ത്രീ സ്ഥാനാർത്ഥികൾക്കെതിരെയോ സ്ത്രീത്വത്തിനെതിരെയോ നടത്തുന്ന ഒരു തരത്തിലുള്ള പ്രചരണത്തിനും നമ്മളുടെയൊന്നും ഒരു തരി പോലും പിന്തുണയുണ്ടാവില്ല. അതാരും നടത്തിയതാണെങ്കിലും അത് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല എന്ന് ആ സ്ഥാനത്തുള്ളവർ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് ടീച്ചർ പറയുന്നു. അത് അങ്ങനെ തന്നെ അവർ ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. താങ്ക് യു ടീച്ചർ, താങ്ക്സ് എ ലോട്ട്. കെ ശൈലജ ടീച്ചറാണ് നമുക്കൊപ്പം ചേർന്നത്. ടീച്ചർ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ടീച്ചറിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് പിന്നീട് പ്രചരണായുധമാക്കി മാറ്റിയത്. അതറിഞ്ഞ നിമിഷം തന്നെ പാർട്ടിയിലെ വിവിധ ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മളത് പരിശോധിച്ചപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തുടർച്ചയായി അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് പിന്നീട് ആളുകൾക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് വ്യക്തിപരമായ ഹത്യകളിലേക്ക് അത് നടന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി. നമ്മുടെ നാട് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു രാഷ്ട്രീയ സംസ്കാരം അർഹിക്കുന്നുണ്ട് എന്ന് മാത്രം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇനി നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 41 മിനിറ്റ്. നമ്മളുള്ളത് കോട്ടയം മണ്ഡലത്തിലാണ്, കോടിമതയിലാണ്.